പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അധ്യക്ഷ പ്രസംഗമാണ്. കുറഞ്ഞ സമയം മാത്രം, ഒരു 5 മിനിറ്റ് മാത്രമുള്ള ഒരു അധ്യക്ഷ പ്രസംഗം. ഞാനിങ്ങനൊരു പ്രസംഗം അപ്ലോഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ പരിപാടി സംഘടിപ്പിച്ച ആൾ, ആ സംഘടനയുടെ പ്രസിഡൻ്റാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹമാണ് അവിടെ അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ട വ്യക്തി. പക്ഷേ ഒരു കാരണവശാലും അദ്ദേഹം സ്റ്റേജിലേക്ക് കയറുകയോ അധ്യക്ഷ സ്ഥാനം കൈകാര്യം ചെയ്യുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് മൈക്ക് പേടി. ഒരു അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് എങ്ങനെ പ്രസംഗിക്കണം, എങ്ങനെ ഓഡിയൻസിനെ അഭിമുഖീകരിക്കണം എന്നുള്ള ഒരു ഭയപ്പാട് മൂലം അദ്ദേഹം വേദിയിലേക്ക് കയറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നൊരു പ്രസംഗമാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രസംഗം എന്ന് പറയുന്നത് ഒരു കലയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആവശ്യം വരുന്നൊരു കലയാണ് ഈ പ്രസംഗകല എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊരു പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൊരു 20ഓളം ആളുകളുണ്ട്. പ്രസംഗത്തിന് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പാണത്. പല രീതിയിലും പല ആളുകളിൽ നിന്നും ശാസ്ത്രീയമായിട്ട് പ്രസംഗം പഠിച്ച അല്ലെങ്കിൽ പരിശീലിച്ച ആളുകളാണ് ആ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ ഈ പ്രസംഗം പരിശീലിച്ച ഈ ആളുകൾ ആ പരിശീലിച്ച പ്രസംഗം ഒരു വേദി കിട്ടുമ്പോൾ നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ പരിപാടിയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ പങ്കെടുക്കാൻ നമുക്ക് അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു പരിപാടി സംഘടിപ്പിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഈ 20ഓളം ആളുകൾ അവരവരുടെ നാടുകളിൽ ഒരു പരിപാടി സംഘടിപ്പിക്കും. ഞങ്ങളെല്ലാവരും ഒന്നുകൂടും. അവിടെ കൂടി ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തലശ്ശേരിയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ നടന്ന ഒരു അധ്യക്ഷ പ്രസംഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രീയമായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഒരു അധ്യക്ഷ പ്രസംഗം നിർവഹിക്കാം. 15 മിനിറ്റ് 20 മിനിറ്റ് ഒന്നും നീട്ടിക്കൊണ്ട് പോകാതെ ഒരു 5 മിനിറ്റ് മാത്രം സമയം എടുത്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു അധ്യക്ഷ പ്രസംഗം നിർവഹിക്കാം. ഈ പ്രസംഗം നിർവഹിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു പോലീസുകാരനാണ്. വിജിലൻസ് പോലീസ് ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ പരിപാടികളിലൊക്കെ പ്രസംഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഈ ഗ്രൂപ്പിലുള്ള 20ഓളം ആളുകളും. വ്യാപാരി വ്യവസായി ഏകോപന സഭയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയിലെ ആളുകൾ, പള്ളിയിലെ പ്രസിഡന്റ്, അതുപോലെ തന്നെ പല സംഘടനകളിലെയും നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെയാണ് ഈ ഗ്രൂപ്പിലുള്ളത്. അവർക്കൊക്കെ പ്രസംഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനൊരു അവസരം കിട്ടുമ്പോൾ തെറ്റുകുറ്റം കൂടാതെ എങ്ങനെ പ്രസംഗിക്കണം, അതായത് ഓരോ പ്രസംഗത്തിനും ഓരോ രീതികളുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, സ്വാഗത പ്രസംഗം കേൾക്കാറുണ്ട്, അധ്യക്ഷ പ്രസംഗം കേൾക്കാറുണ്ട്, ഉദ്ഘാടന പ്രസംഗം, മുഖ്യപ്രഭാഷണം, ആശംസാ പ്രസംഗം, നന്ദി പ്രസംഗം, യാത്രയയപ്പ് പ്രസംഗം, അതുപോലെ തന്നെ വേറൊരു പ്രസംഗമാണ് അനുമോദന പ്രസംഗം, അനുമോദനത്തിന് മറുപടി പ്രസംഗം. ഇങ്ങനെ പലതരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഓരോ പ്രസംഗങ്ങൾക്കും ഓരോ രീതിയാണ്. എല്ലാ പ്രസംഗങ്ങൾക്കും ആമുഖം ഒരുപോലെയല്ല പറയുക. പല പ്രസംഗങ്ങൾക്കും പല രീതിയിലാണ് ആമുഖം പറയുക. അതുപോലെ തന്നെ ആരംഭിക്കുന്നത് പല രീതിയിലാണ്. അത് ഉപസംഹരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ച ആളുകളാണ് ഈ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ അവരുടെ പ്രസംഗം തീർച്ചയായിട്ടും പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 5 മിനിറ്റ് മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, 5 മിനിറ്റേ ഉള്ളൂ നമ്മുടെ സമയം. അപ്പോൾ അവിടെ എങ്ങനെ നന്നായിട്ടൊരു അധ്യക്ഷ പ്രസംഗം പറയാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ. അപ്പോൾ ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ എല്ലാ പ്രസംഗങ്ങളും ഉണ്ട്. സ്വാഗതമുണ്ട്, അധ്യക്ഷ പ്രസംഗമുണ്ട്, അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗമുണ്ട്, മുഖ്യപ്രഭാഷണമുണ്ട്, ആശംസാ പ്രസംഗമുണ്ട്, നന്ദി പ്രസംഗമുണ്ട്, എല്ലാ പ്രസംഗങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും ഓരോ പ്രസംഗങ്ങളും ഞാൻ ഈ പേജിലൂടെ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു വേദിയിൽ നിങ്ങൾക്ക് 2 വാക്ക് പറയേണ്ടതായിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ ഈ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ മാതൃകയാക്കാവുന്നതാണ്. തീർച്ചയായും നമുക്ക് ആ വീഡിയോ കാണാം. ഓക്കെ. ആരാധ്യനായിട്ടുള്ള ഉദ്ഘാടകൻ ലിയാഖത്ത് അലി സാർ പുത്തൻചിറ,
ഈ ചടങ്ങിൽ അല്പം മുമ്പ് സ്വാഗത പ്രസംഗം നടത്തിയ രാജീവ് തലശ്ശേരി അവർകൾ, ആശംസ പ്രഭാഷകരായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങളായ അലിസാർ കുന്നത്ത്, അതുപോലെ അസീസർ എർബാദ്, ഇവിടെ വരാമെന്ന് സമ്മതിച്ച അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് അലി മാസ്റ്റർ, ഷറഫുദ്ദീൻ സാർ, റഹീം സാർ, അതുപോലെ ജിതേഷ് സാർ ചൊക്ലി, അതുപോലെ ഈ ചടങ്ങിൽ നന്ദി അറിയിക്കുന്ന പ്രിയപ്പെട്ട ഇബ്രാഹിം കുട്ടി സാർ കാലടി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന 11ാമത് സ്നേഹ സംഗമവും അതുപോലെ ഉപഹാര വിതരണവുമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. ആദ്യം തന്നെ ഈ കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ച പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങളെയും അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. എന്താണ് ഈ കൂട്ടായ്മയെന്നും ഈ കൂട്ടായ്മയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ സ്വാഗത പ്രഭാഷകൻ ചെറുതായിട്ടൊന്ന് പരാമർശിക്കുകയുണ്ടായി. പ്രസംഗ പരിശീലനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് തുടക്കത്തിൽ ഏകദേശം 6 വർഷം മുൻപ് ഈ ഒരു കൂട്ടായ്മ, ഒരു ഓൺലൈൻ കൂട്ടായ്മ ഉണ്ടാക്കിയത്. പിന്നീട് സമൂഹത്തിന് കൂടി നന്മയ്ക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒട്ടേറെ ബോധവൽക്കരണ ക്ലാസ്സുകളും സെമിനാറുകളൊക്കെ ഈ കൂട്ടായ്മ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. ഈ ഗ്രൂപ്പിൽ കേരളത്തിലെമ്പാടുമുള്ള അംഗങ്ങൾ ഉണ്ട്. ഓരോ 3 മാസം കൂടുമ്പോഴും ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ഓരോ നാട്ടിൽ വെച്ച് നമ്മൾ നടത്താറുണ്ട്. ഇപ്രാവശ്യം കണ്ണൂരിനാണ് ആ നറുക്ക് വന്നിരിക്കുന്നത്. ഒരേ മനസ്സുള്ള ഒരുപറ്റം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് കൂട്ടായ്മ. ഒരേ മനസ്സോടെ ചിന്തിക്കുന്ന ആളുകൾ. ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം പങ്കുവെക്കാനും അതുപോലെ സ്വയം ഈ ഒരു പരിശീലന കലയിൽ അത് നവീകരിക്കാനും കൂടിയായിട്ടാണ് ഇത്തരത്തിൽ ഓരോ സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാവരും പറയാറുണ്ട് പ്രസംഗകല ഒരു രാജകീയ കലയാണ് എന്നുള്ളത്. മറ്റുള്ള കലകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു കലയാണ് ഈ ഒരു പ്രസംഗകല എന്ന് പറയാറുണ്ട്. മറ്റുള്ള കലകൾ ഏതാണ്ടൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രസംഗകലയ്ക്ക് അങ്ങനെ പറയാൻ കാരണം പ്രസംഗകലയ്ക്ക് ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള, അല്ല അവരുടെ ചിന്താഗതിയെ മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നമ്മുടെ പരിപാടി കൃത്യസമയത്ത് നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചങ്ങമ്പുഴയുടെ ഒരു കവിതാശകലം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിയിടും. അതായത് ഏത് കലയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഏത് ആഗ്രഹമാണെങ്കിലും അതിനായിട്ട് നമ്മൾ പോരാടണം, അല്ലെങ്കിൽ ആ ആഗ്രഹം സഫലീകരിക്കാനായിട്ട് നമ്മൾ സ്വയം തുനിഞ്ഞിറങ്ങണം എന്നുള്ളതാണ്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകാം. അതിപ്പോൾ പ്രസംഗ കലയാണെങ്കിലും മറ്റേതൊരു കലയാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് അത് നേടിയെടുക്കാനായിട്ട് ഒരുപാട് നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രയത്നങ്ങളെയൊക്കെ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ സ്വയം തുനിഞ്ഞിറങ്ങണം. അത്തരത്തിലുള്ള പരിശീലനം അല്ലെങ്കിൽ തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് പ്രിയപ്പെട്ട ലിയാഖത്ത് അലി സാറിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്.
നന്ദി, നമസ്കാരം.